2025 അയ്യപ്പ സംഗമം നടന്നു. ഞങ്ങൾ അയ്യപ്പ സംഗമത്തിന് പോറ്റിയെ ക്ഷണിച്ചില്ല. നിങ്ങളുടെ സ്വന്തം പോറ്റിയെ, കോൺഗ്രസിൻ്റെ പോറ്റിയെ, ശബരിമലയുടെ ആൾക്കാരെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് 2 എംപിമാർ കൊണ്ടുപോയ പോറ്റിയെ, അല്ലെങ്കിൽ ഗോവർദ്ധനെ, ഇല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരിയെ 2025 പിണറായി വിജയൻ സർക്കാർ അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചില്ല. എന്താണ് വലിയ വലിയ സ്പോൺസർമാരാണെന്ന് പറയുന്ന ഇവരെ ക്ഷണിക്കാതിരുന്നത്? അവരെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഈ വിഷയം പുറത്തു വരുമായിരുന്നില്ല. 2025 ബോർഡ് പോറ്റിയെ അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാതെ വന്നപ്പോൾ വി ഡി സതീശൻ്റെ കൂടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന 2014 ഈ പിരിവിന് നേതൃത്വം കൊടുത്തൊരു വിദ്വാനുണ്ട്. ആ വിദ്വാൻ്റെ നേതൃത്വത്തിലാണ് ഒരു ബോംബ് വരുന്നുണ്ടെന്ന് സതീശൻ പറഞ്ഞല്ലോ. ആ ബോംബ് അങ്ങ് പൊട്ടിച്ചു. എന്താ ബോംബ് പൊട്ടിച്ചത്? ദ്വാരപാലക ശില്പങ്ങളുടെ അടിയിലുള്ള പീഠങ്ങൾ കാണാനില്ല എന്ന ഒരു വലിയ ആരോപണം പോറ്റിയാണ് പുറത്തു കൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ നിയമസഭയിൽ അത് ബ്രേക്ക് ചെയ്തു, പോറ്റിയെ പിന്താങ്ങിക്കൊണ്ട്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വേറൊരു തന്ത്രം കൂടെ ചെയ്തു. പങ്കജ് ഭണ്ഡാരിയുടെ വക്കീൽ പറഞ്ഞതാണ് വെളിപ്പെടുത്തലുകളായി വന്നത്. ഇതൊന്നും വെറുതെ വന്നതല്ല കേട്ടോ. പങ്കജ് ഭണ്ഡാരിയുടെ വക്കീൽ പറയുന്ന വേദവാക്യം, പോറ്റി പറയുന്ന വേദവാക്യം, ശബരിമല അയ്യപ്പ സംഗമത്തെ തകർക്കാൻ. അപ്പോഴാണ് ദേവസ്വത്തിൻ്റെ വിജിലൻസ് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തിയത്. അപ്പോൾ പോറ്റി അകത്താണോ പുറത്താണോ? അയ്യപ്പ സംഗമത്തിന് മുമ്പ് പോറ്റിയെ ഞങ്ങൾ പുറത്താക്കി. എങ്ങനെ പുറത്താക്കി? ഈ സ്വർണ്ണമോഷണ കേസ് പുറത്ത് വരും മുമ്പേ പുറത്താക്കി. ആ വിരോധത്തിലാണ് പോറ്റി വി ഡി സതീശൻ്റെ ഉപദേശം കേട്ട് ഈ പീഠങ്ങളെ സംബന്ധിച്ച് കള്ളം പറയുന്നത്. ആ കള്ളം പിടിക്കപ്പെട്ടപ്പോഴാണ് പോറ്റി അകത്തായത്. അപ്പോൾ എന്താണ് സത്യം? പോറ്റിയെ പുറത്താക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത്.